ഹലോ, അപ്പോൾ അതേ നമ്മുടെ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസായിട്ടാണ്. നമുക്കറിയാം ഇപ്പോൾ പുണ്യ റമദാൻ മാസമാണ്. അപ്പോൾ ഒരുപാട് വിശ്വാസികൾ നമ്മുടെ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ജ്യൂസാണ്. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ നോമ്പ് വിടുന്ന സമയത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു റിഫ്രഷിങ് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ്. നല്ലൊരു റിഫ്രഷിങ് ജ്യൂസാണ്. അതുപോലെ നല്ലൊരു എനർജി ജ്യൂസാണ്. നമ്മുടെ ഹെൽത്തിന് നല്ലൊരു ജ്യൂസാണ്. നമ്മുടെ ഹെയർ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണ്, നമ്മുടെ സ്കിന്നിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾ എന്തുകൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മളെ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ നമ്മുടെ നമ്മുടെ ഈ ഫ്ലാറ്റിലൊരു കുഞ്ഞ് വളരെ ചെറിയ രീതിയിൽ വിഷു ആഘോഷിച്ചതിൻ്റെ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ആണെങ്കിൽ പോയി കാണും കേട്ടോ. ലിങ്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. 476 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നമുക്കിപ്പോൾ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. ജസ്റ്റ് സബ്സ്ക്രിപ്ഷൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്ഡ് ആയിരിക്കും. അപ്പോൾ അതിനൊരാൾക്ക് എന്താ പറയുക, പൈസയ്ക്ക് ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നിങ്ങളാൽ കഴിയും ഇത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നമ്മളെ ചാനലിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണില്ല, അതുകൊണ്ട് അടിച്ച് പൊട്ടിച്ചേക്ക്. ഓക്കെ, എങ്കിൽ മാത്രമേ ഞാൻ വീണ്ടും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അടിപൊളി സൂപ്പർ ജ്യൂസാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്കും കമൻറ്റും ഒക്കെ ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് നമ്മളെ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്കിതേ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് മൊസംബിയാണ് കേട്ടോ. ഇത് ഓറഞ്ച് അല്ല, നമ്മൾ മൊസംബി ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 4 മൊസാമ്പി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം കണ്ടോ ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഏലക്കായ കണ്ടോ. നമ്മുടെ ഏലക്കായ ഇത്രയൊന്നും വേണ്ട, ഒരു 3-4 ഏലക്കായ ഇട്ടാൽ മതി, ആ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണ്ട നമ്മുടെ സ്പെഷ്യൽ ജ്യൂസിന് വേണ്ടു. നമുക്ക് പഞ്ചസാര ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ചിലപ്പോൾ മൊസാമ്പിക്ക് ഒരു മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അപ്പം ചേർക്കാം. എന്തായാലും ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഈ മൊസാമ്പിയുടെ തോലൊക്കെ കളയണം. കാരണം ഈ തോല് കളഞ്ഞിട്ടാണ് നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം മൊസാമ്പിയുടെ തോല് കളഞ്ഞിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 മൊസാമ്പിയാണ് എടുത്തിരിക്കുന്നത്. ആ 4 മൊസാമ്പി ഇതേപോലെ തോല് നന്നായിട്ട് ചെത്തിക്കളയുക. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് പോർഷൻസ് ഉണ്ടല്ലോ, വൈറ്റ് ഭാഗമില്ലേ, അതൊക്കെ മാക്സിമം കളയാൻ ശ്രമിക്കണം കേട്ടോ. നമുക്കത് ജ്യൂസിലേക്ക് അത് വേണ്ട. അതുപോലെ തന്നെ അതിൻ്റെ കുരുവൊക്കെ നമുക്ക് കളയണം. അപ്പം അതുപോലെ തന്നെ വൈറ്റ് പോർഷൻ നന്നായിട്ട് വൈറ്റ് പോർഷനും കൂടി നമ്മൾ ഇതേപോലെ ചെത്തിക്കളയണം. അപ്പോൾ അടുത്ത് നമുക്കിതിലേക്ക് വേണ്ടത് വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. ഇഞ്ചി ഇതേപോലെ നന്നായിട്ട് തോല് കളഞ്ഞിട്ട് കഴുകിയെടുക്കണം. കാരണം ഇഞ്ചി ചേർക്കുമ്പോൾ നമ്മുടെ മൊസാമ്പി ജ്യൂസിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുക, അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചി ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വയറിനും നല്ലതാണല്ലോ ഇഞ്ചി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വലിയൊരു പീസ് തന്നെയാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഏലക്കായ ഉണ്ടല്ലോ, ഏലക്കായ ഇതേപോലെ ഒരു ഇടിക്കുന്ന ഒരു കല്ലുണ്ടാവില്ല, അതിൽ വെച്ച് നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് മിക്സിയിൽ ഇടുന്നില്ല, ഇതേപോലെ നമ്മുടെ കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ, നല്ലതായിട്ട് ക്രഷായിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ മൊസാമ്പി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. അതിനുള്ളിലത്തെ കുരുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. കാരണം കുരു ചേർക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസിനൊരു കയ്പ്പ് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുകളൊക്കെ റിമൂവ് ചെയ്യുക. നമ്മൾ 4 മൊസാമ്പി ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ.
അതിനുശേഷം നമ്മൾ മിക്സിയുടെ വലിയ ജാർ എടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്കായ ഇഞ്ചി ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൊസാമ്പി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും തീരെ ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നമ്മളിത് അടിച്ചെടുക്കാൻ പോകുന്നത്. കാരണം നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ നല്ല ശരിക്കും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരിക്കലും. പക്ഷേ നിങ്ങൾക്ക് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചോളൂ. ഞാനിതേ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അരിച്ചെടുക്കണം. നിങ്ങൾ വീട്ടിൽ ജ്യൂസ് അരിക്കണ അരിപ്പുണ്ടെങ്കിൽ ആ ജ്യൂസ് അരിക്കണ അരിപ്പയിൽ കൂടെ ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ അതേ നമുക്ക് ഏകദേശം ഇത്രത്തോളം നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതിൽ വെള്ളമോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്കതൊരു കട്ടി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു വെള്ളം ചേർക്കാം. പക്ഷേ ഇത് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പഞ്ചസാരയും ചേർക്കേണ്ട. അല്ലാതെ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ മൊസാമ്പിക്ക് ഒരു പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പുളി ഇഷ്ടമല്ല, ചെറിയ മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ വെള്ളമോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഓറഞ്ച് ജ്യൂസ് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് എന്താ വെയിലത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് കൂടിയാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇടാം. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഞാൻ ഐസൊന്നും ഇടുന്നില്ല. കാരണം തണുപ്പ് അധികം വേണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അത് ഫ്രഷ് ജ്യൂസാണ്. നമ്മൾ വെള്ളമോ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യാത്ത ഫ്രഷ് ആയിട്ടുള്ള മൊസാമ്പി ജ്യൂസാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. മൊസാമ്പിയുടെ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടായിരിക്കും. പഞ്ചസാര വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മൊസാമ്പി ജ്യൂസ് റെഡിയായി കഴിഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ഞാൻ പറഞ്ഞൊരു എനർജി ജ്യൂസാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ പറ്റുന്നൊരു ജ്യൂസും കൂടിയാണ് കേട്ടോ. ഈ കൊറോണ കാലത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സംഭവമാണ് വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സുകൾ. അപ്പോൾ നമ്മുടെ മൊസാമ്പിയിലൊക്കെ വൈറ്റമിൻ റിച്ച് ആണ് വൈറ്റമിൻ സി. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നമ്മളിതിൽ മധുരമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം മൊസാമ്പിയുടെ മധുരം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മധുരം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ മധുരം ചേർക്കാം. ഞാനൊരു മധുരം ചേർത്തിട്ടില്ല. നമ്മുടെ മൊസാമ്പിയുടെ ആ മധുരം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ ആ മൊസാമ്പി പിഴിഞ്ഞ ആ ജ്യൂസാണ് ഫ്രഷ് ജ്യൂസ് എന്ന് പറയാം. നമുക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ജ്യൂസ് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അതിൻ്റെ കുറച്ച് ലൂസാക്കാം. പിന്നെ നമ്മളിത് കുടിക്കുമ്പോൾ നമ്മൾ ഇഞ്ചിയുടെയും ഏലക്കായുടെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത്. അതുപോലെ തന്നെ നമ്മുടെ പുണ്യ റമദാൻ മാസത്തിൽ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്ന അടിപൊളി ജ്യൂസാണ്. നല്ലൊരു എനർജി ജ്യൂസാണ്. നല്ലൊരു റിഫ്രഷിങ് ജ്യൂസാണ്. അതിലുപരി വൈറ്റമിൻ സി അടങ്ങിയ അടിപൊളി ജ്യൂസാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ നല്ല ജ്യൂസാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ജ്യൂസിനെ പറ്റിയുള്ള കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്യണം. ഒരു കുടമണി കാണില്ലേ, അതായിട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീണ്ടും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ. നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.